ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് മാത്തമാറ്റിക്കൽ ചെറിയ ട്രിക്സ് പറഞ്ഞു തരാം. ഇന്ന് ഫസ്റ്റ് ഈ ചാപ്റ്റർ തുടങ്ങുന്നതിൻ്റെ മുമ്പ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ എളുപ്പമാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾക്ക് എക്സാമിന് ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമ്മളിവിടെ 2 ഡിജിറ്റ് സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതാണ്. 93 ഇൻറ്റു 98 കാണുന്നില്ലേ? അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അതല്ലാതെ വേറൊരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഉപയോഗിക്കുക. ഇപ്പോൾ ഈ 93 എന്നത് 100നോട് അടുത്തൊരു സംഖ്യയാണല്ലോ. അപ്പോൾ നമ്മൾ 100ൽ നിന്ന് 93 എത്ര വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കുക. എത്രയാണ്? 7 വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ -7 എന്ന് എഴുതുക. 93ൻ്റെ താഴെ -7 എഴുതുക. 98ൻ്റെ താഴെ എത്ര വരും? -2. ഇനി ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യുക? ഈ 93 ഒന്നുകിൽ 2 കുറക്കുക, അല്ലെങ്കിലോ 98ൽ നിന്ന് 7 മൈനസ് ചെയ്യുക. ഒന്നുകിൽ 93 2 മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ 98ൽ നിന്ന് 7 മൈനസ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം തോന്നുന്നത് അത് എടുക്കാം. ഞാനിവിടെ 93ൽ നിന്ന് 2 മൈനസ് ചെയ്യാം. അപ്പോൾ എത്ര വരും? 91 അല്ലേ? ഇനി 7 ഇൻറ്റു 2 ചെയ്യുക. എത്രയാ? 14. ഇതാണ് അതിൻ്റെ ആൻസർ. നമ്മൾ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ 5 സെക്കൻഡ് കൊണ്ട് ഉത്തരം കണ്ടെത്താം. അടുത്തത് 91 ഇൻറ്റു 97. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. 91 എത്ര വ്യത്യാസപ്പെട്ടിരിക്കുന്നു? -9 അല്ലേ? 97നോ? -3. ഇനി 91ൽ നിന്ന് 3 മൈനസ് ചെയ്യുക. എത്ര വരും? 88. 9 ഇൻറ്റു 3 27. എളുപ്പമല്ലേ? ഈ വേറൊരു ക്വസ്റ്റ്യൻ തരാം. 102 ഇൻറ്റു 106. ചെറിയൊരു വ്യത്യാസം. ഇതിപ്പോൾ 100നേക്കാൾ 2 കൂടുതലാണ്. ഇവിടെ 100നേക്കാൾ 6 കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? +2 എന്ന് എഴുതുക. ഇതിൻ്റെ താഴെ +6 എന്ന് എഴുതുക. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഏതെങ്കിലും ഒന്നിലേക്ക് ആഡ് ചെയ്യുക. നേരെ നമ്മൾ എന്താ ചെയ്ത്? സബ്ട്രാക്ട് ചെയ്യാണ് ചെയ്തത് അല്ലേ? കുറച്ചു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടിക്കൊടുക്കുക. ഒന്നുകിൽ 102ൻ്റെ കൂടെ 6 കൂട്ടുക, അല്ലെങ്കിൽ 106ൻ്റെ കൂടെ 2 കൂട്ടുക. ഏത് ചെയ്താലും സെയിം ആണ്. അപ്പോൾ ഞാനിവിടെ 102ൻ്റെ കൂടെ 6 കൂട്ടിക്കൊടുക്കുമ്പോൾ 108 എന്ന് കിട്ടും. 2 ഇൻറ്റു 6 12. എളുപ്പമല്ലേ? ഇനി ഇതുപോലെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് എടുത്ത് നിങ്ങൾ തന്നെ സ്വയം ചെയ്ത് നോക്കുക. ഇനി വേറെ ഇതിലൊരു വ്യത്യാസപ്പെട്ട ഒരൊറ്റൊരു ക്വസ്റ്റ്യനും കൂടി ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കാം. 102 ഇൻറ്റു 95. ഇവിടെ 102 ആയതുകൊണ്ട് +2 2 കൂടുതലാണ് അല്ലേ? ഇവിടെയോ 5 കുറവാണ് 100നേക്കാൾ, അതുകൊണ്ട് -5 എന്ന് എഴുതുക. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? ഒന്നുകിൽ 102ൽ നിന്ന് 5 മൈനസ് ചെയ്യുക, അല്ലെങ്കിലോ 95ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക. ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ 95ൻ്റെ കൂടെ 2 ആഡ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? 97. ഇനി നേരത്തെ ചെയ്ത പോലെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? 2 0 ഇട്ട് കൊടുക്കുക. ആദ്യം 2 0 ഇട്ട് കൊടുക്കുക. പിന്നീട് 2 ഇൻറ്റു 5 ചെയ്യുക. അത് ഇതിൽ നിന്ന് കുറക്കുക. അപ്പം എത്ര കിട്ടും? ഇതാണ് ആൻസർ. മനസ്സിലായോ? ഇത് കുറേ ക്വസ്റ്റ്യൻ ഇതുപോലെ നിങ്ങൾ തന്നെ എടുത്ത് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മൾ ഏതുവരെയാണ് ചെയ്തു വെച്ചത്?
അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്ത് നോക്കി. ആറാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇനി ചെയ്യേണ്ടത്. പക്ഷെ ഞാനിവിടെ 6 ചെയ്യുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഇനി 6th ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? The two circles in the picture cross each other at A and B. The points P and Q are the other ends of the diameters through A. ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിക്കും വായിച്ചു നോക്കുക. The two circles in the picture cross each other at A and B. 2 സർക്കിളുകൾ ക്രോസ് ചെയ്യുന്ന പോയിന്റ് എയിലും ബിയിലും ക്രോസ് ചെയ്യുന്നുണ്ട്. The points P and Q are the other ends of the diameter through A. The points P and Q are the other ends of the diameter through A. എയിലൂടെ പാസ് ചെയ്യുന്ന 2 ഡയമീറ്ററുകളാണ് ഏതൊക്കെ? ഡയമീറ്ററിന്റെ എൻഡുകളാണ് ക്യൂവും പിയും. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? പ്രൂവ് ദാറ്റ് പി ബി ക്യൂ ലൈ ഓൺ എ ലൈൻ. പി ബി ക്യൂ ഒരു ലൈനിലാണെന്ന് നമ്മൾ തെളിയിക്കണം. അടുത്തതോ പ്രൂവ് ദാറ്റ് പി ക്യൂ ഈസ് പാരലൽ ടു ദ ലൈൻ ജോയിനിങ് the center of the circle and is twice as long as this line. എന്താണ്? prove that PQ is parallel. ഇവിടെ നമ്മൾ ഈ PBQ ഒരു ലൈനിലാണെന്ന് തെളിയിക്കാൻ പറഞ്ഞല്ലോ. അങ്ങനെ കിട്ടുന്ന ഈ PQ എന്ന ലൈൻ ഇതിന്റെ 2 സർക്കിളിന്റെയും സെന്ററുകൾ യോജിപ്പിച്ച് കിട്ടുന്ന ലൈനിനോട് പാരലൽ ആണെന്നും തെളിയിക്കണം. കൂടാതെ PQ ആ ലൈനിന്റെ ട്വൈസ് ആണ്, ഇരട്ടിയാണെന്നും തെളിയിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായിരിക്കും എന്ന് വിചാരിക്കണേ. അപ്പോൾ നിങ്ങൾ ആ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ 2 സർക്കിളുകളുണ്ട്. ആ സർക്കിൾ രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് എയും ബിയും. കൂടാതെ ആ എ എന്ന പോയിന്റിൽ നിന്നുള്ള ഡയമീറ്റേഴ്സ് ആണ് AQ AP അല്ലേ? ഫസ്റ്റ്ലി നമ്മൾ പ്രൂവ് ചെയ്യണം PQ ഈ പിയും ക്യൂവും ജോയിൻ ചെയ്ത് നോക്കുക. PQ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈൻ ഈ ബി എന്ന പോയിന്റിലൂടെ തന്നെ വരയ്ക്കുക. PQ ഈ ബി എന്ന പോയിന്റ് ഉണ്ടല്ലോ, PQ എന്ന ഈ ലൈനിലാണ്. ഈ പിയും ബിയും ക്യൂവും ഒരേ ലൈനിലാണെന്നാണ് നമ്മൾ ആദ്യം തെളിയിക്കേണ്ടത്. മനസ്സിലായോ? അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ പിയും ക്യൂവും കൂട്ടി യോജിപ്പിച്ച് വരച്ചു. അതുപോലെ എയിൽ നിന്ന് എയും ബിയും കൂട്ടി യോജിപ്പിക്കുക. കാണുന്നുണ്ടല്ലോ? അപ്പോൾ പിക്ചർ നോക്കൂ, ഇതുപോലെ വരയ്ക്കുക. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയും? ഈ ആംഗിൾ ABQ എന്ന ആംഗിൾ, അതുപോലെ ABP എന്ന ആംഗിളും എന്താണ്? റൈറ്റ് ആംഗിൾ അല്ലേ? കാരണം എന്താ? AB PQന് പെർപെൻഡിക്കുലർ ആണ്. AB എന്ന നമ്മൾ PQയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചിരിക്കുകയാണ് AB. ആംഗിൾ ABQ, ആംഗിൾ ABP, ഈ ആംഗിൾ ഇത് 90 ഡിഗ്രിയാണ്.
അതേപോലെ ആംഗിൾ എ ബി ക്യു 90 ഡിഗ്രിയാണ്. എന്താണ് കാരണം? നമ്മൾ ഈ വരച്ചിരിക്കുന്നത് എൻഡ് ചെയ്യുന്ന എ പി എന്ന ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റുകൾ ഈ സർക്കിളിലാണ്. എ പി എന്ന ഡയമീറ്ററിൽ നിന്നും വരച്ചിട്ടുള്ള ഈ 2 ലൈൻ കണ്ടില്ലേ? ബി എന്ന പോയിന്റ് സർക്കിളിലാണ്. ഇങ്ങനെ വരുന്ന സെമി സർക്കിളിലെ ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സെമി സർക്കിൾ 90 ഡിഗ്രി ആയിരിക്കും. അതേപോലെ എ ബി ക്യു, ഇത് നിങ്ങൾ നോക്കൂ. എ ക്യു എന്ന ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സ് എ ബി, അതേപോലെ ഈ ക്യു എന്നതിൻ്റെ എൻഡ് പോയിന്റ്സ് കൂട്ടി യോജിപ്പിച്ചതാണ് ക്യു ബി. ഇവ മീറ്റ് ചെയ്യുന്ന സർക്കിളല്ലേ? അതുകൊണ്ട് ഈ ആംഗിൾ എന്ത് തന്നെയാണ്? 90 ഡിഗ്രി. സെമി സർക്കിളിലെ ആംഗിളുകളെല്ലാം 90 ഡിഗ്രി ആയിരിക്കും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് രണ്ടും 90 ഡിഗ്രി ആണെങ്കിൽ ഈ എയിൽ നിന്നും ബിയിലേക്ക് വരച്ചിട്ടുള്ള ഈ എ ബി എന്ന ലൈൻ പി ക്യുവിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം അല്ലേ? ഇത് പെർപെൻഡിക്കുലർ ആകുമ്പോഴല്ലേ ഇത് 90 ഡിഗ്രി ആവുന്നത്. ഇത് നമുക്ക് 90 ഡിഗ്രി എന്ന് കിട്ടിയതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ കഴിയും? എ ബി പി ക്യുവിന് പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം. എ ബി പെർപെൻഡിക്കുലർ ടു പി ക്യു ആണ്. അതുകൊണ്ട് ഈ ലൈൻ എയിൽ നിന്നും ബിയിലേക്ക് വരച്ചിരിക്കുന്ന എ ബി എന്ന ലൈൻ, ബി എന്ന ഈ പോയിന്റിലേക്ക് വരച്ചിരിക്കുന്നത്, ഇത് പി ക്യു എന്ന ലൈനിലാണ് അല്ലേ? പി ക്യുവിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? പി ബി ക്യു ഒരേ ലൈനിലാണെന്ന് പറഞ്ഞൂടെ? മനസ്സിലായോ? അപ്പം നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? പി ബി ക്യു ലൈ ഓൺ എ ലൈൻ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്തൊക്കെ പറഞ്ഞത്? ആദ്യം നമ്മൾ ഈ പി ക്യു യോജിപ്പിച്ച് വരച്ചു. പിന്നെ എയിൽ നിന്നും ബിയിലേക്ക് ഒരു ലൈൻ വരച്ചു. എയിൽ നിന്നും ബിയിലേക്ക് വരച്ച ഈ ലൈനിൽ എ പി ക്യു എന്ന ട്രയാങ്കിളിനെ മറ്റ് 2 ട്രയാങ്കിൾസ് ആക്കി ഭാഗിച്ചു. അവിടെയുള്ള ആംഗിൾ ഒന്നിൻ്റെ പ്രത്യേകത നോക്കൂ. എ ബി പി 90 ഡിഗ്രിയാണ്. എ ബി ക്യു 90 ഡിഗ്രിയാണ്. കാരണം എന്താണ്? നിങ്ങൾ ഇതിൻ്റെയൊക്കെ റീസൺ എഴുതി വെക്കണം കേട്ടോ. എന്താണ് റീസൺ? എ പി എന്ന ഡയമീറ്ററിൻ്റെ എൻഡ് പോയിന്റ്സ് സർക്കിളുമായിട്ടാണ് യോജിപ്പിച്ചത്. അവിടെയുള്ള ആംഗിളാണ് ഇത്. അതുകൊണ്ടാണ് നമുക്കിത് 90 ഡിഗ്രി എന്ന് കിട്ടിയത്. അതേപോലെ എ ക്യു എന്ന ഡയമീറ്റർ, ഈ വലിയ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണല്ലോ എ ക്യു. ഇതിൻ്റെ എൻഡ് പോയിന്റ്സ് സർക്കിളുമായി യോജിപ്പിച്ചുണ്ടാക്കിയ ആംഗിളാണ് ആംഗിൾ എ ബി ക്യു. അതുകൊണ്ടത് 90 ഡിഗ്രിയാണ്. മനസ്സിലായില്ലേ? ഈ ആംഗിളും 90 ഡിഗ്രി ആണെങ്കിൽ എ ബി എന്തായിരിക്കണം? പി ക്യുവിന് പെർപെൻഡിക്കുലർ ആയിരിക്കണ്ടേ? അത് പെർപെൻഡിക്കുലർ ആണ് എന്നതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ കഴിയും? പിയും ബിയും ക്യൂയും ഒരേ ലൈനിലാണെന്ന് പറയാം. അതാണ് കണ്ടെത്തേണ്ടത്. ഇനി അടുത്തത്, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി അതിൽ വരുന്നില്ലേ? പ്രൂവ് ദാറ്റ് പി ക്യു ഈസ് പാരലൽ ടു ദ ലൈൻ ജോയിനിങ് ദ സെന്റേഴ്സ് ഓഫ് ദ സർക്കിൾ ആൻഡ് ഈസ് ട്വൈസ് ആസ് ലോങ് ആസ് ദിസ് ലൈൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ 2 സർക്കിളിൻ്റെയും സെന്റർ എടുക്കുക. ഈ സെന്ററിന് നമുക്ക് സി ഡി എന്ന് പേര് കൊടുക്കുക. ഈ സി ഡി യോജിപ്പിച്ച് വരയ്ക്കുക. കാണുന്നുണ്ടല്ലോ? നമ്മൾ സിയും ഡിയും 2 സർക്കിളിൻ്റെയും സെന്ററാണ്. അവ യോജിപ്പിച്ച് ഇവിടെ ഒരു വര വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തെളിയിക്കേണ്ടത് ഈ സി ഡി പി ക്യുവിന് പാരലലാണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ സി ഡിയുടെ ട്വൈസ് ആണ് പി ക്യു, ഇരട്ടിയാണ് പി ക്യു എന്നും
പ്രൂവ് ചെയ്യണം. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം? ഈ സിയുടെയും ഡിയുടെയും പ്രത്യേകത എന്താണ്? എ പിയുടെ മിഡ് പോയിന്റ് ആണ് സി, അതേപോലെ എ ക്യുവിന്റെ മിഡ് പോയിന്റ് ആണ് ഡി, അല്ലേ? ദ സെന്റർ ഓഫ് ദ സർക്കിൾ സി ഡി ആർ ദ മിഡ് പോയിന്റ്സ് ഓഫ് എ പി ആൻഡ് എ ക്യു. എങ്ങനെ എഴുതാം? സെന്റർ ഓഫ് ദ circles C and D are the midpoint of AP and AQ, അല്ലേ? APൻ്റെയും AQൻ്റെയും മിഡ് പോയിന്റ് ആണ് സിയും ഡിയും, അല്ലേ? മനസ്സിലായോ? സി ഡി എന്നിവ മിഡ് പോയിന്റ് ആണ്. എ പിയുടെ മിഡ് പോയിന്റ് ആണ് സി, എ ക്യുവിന്റെ മിഡ് പോയിന്റ് ആണ് ഡി. ഇനി ഈ ലൈൻ സി ഡി പി ക്യുവിന് പാരലൽ അല്ലേ? ഇത് എ പിയുടെ മിഡ് പോയിന്റ് സി ആയതുകൊണ്ടും എ ക്യുവിന്റെ മിഡ് പോയിന്റ് ഡി ആയതിനാലും നമുക്ക് എന്ത് പറയാം? പി ക്യുവിന് പാരലലാണ്. അതുപോലെ ഇതെന്തായിരിക്കും? ഇത് ഈ സി ഡി എന്ന ലൈനിന്റെ ഇരട്ടിയായിരിക്കും പി ക്യു. നമ്മളിവിടെ ഒരു ട്രയാങ്കിൾ വരച്ചു, ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ഈ ട്രയാങ്കിളിന്റെ രണ്ടിന്റെ കറക്റ്റ് മിഡ് പോയിന്റ് എടുത്തിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ഈ മൂന്നാം ട്രയാങ്കിളിന്റെ ബേസ് ആയിട്ട് വരുന്ന ഈ ലൈനിന്റെ പകുതിയായിരിക്കും ഇത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെയല്ലേ ഇത്? ഈ പി ക്യുവിന്റെ പകുതിയായിരിക്കും സി ഡി. അതേപോലെ സി ഡി പി ക്യുവിന് പാരലലുമാണ്. കാരണം എന്താണ്? എ പിയുടെയും എ ക്യുവിൻ്റെയും മിഡ് പോയിന്റിലാണ് സിയും ഡിയും. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി 7th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. എന്താ 7th ക്വസ്റ്റ്യൻ പറയുന്നത്? പ്രൂവ് ദാറ്റ് the two circles drawn on the two equal sides of isosceles triangle as diameters pass through the midpoint of the third side. എന്താണ്? ഒരു പ്രാവശ്യം കൂടി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. Prove that the two circles drawn on the two equal sides of isosceles triangle as diameters pass through the midpoint of the third side. നമുക്ക് രണ്ട് സർക്കിളുകൾ, അതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ രണ്ട് സർക്കിളിൻ്റെയും ഡയമീറ്റർ ഒരു ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ സൈഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡിൻ്റെ മധ്യബിന്ദുവിൽ കൂടി ഈ സർക്കിൾ പാസ് ചെയ്യും എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. എന്താണ്? ഈ രണ്ട് സർക്കിളിൻ്റെയും ഡയമീറ്ററുകൾ ഈക്വൽ സൈഡായിട്ടുള്ള ഒരു ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡിൻ്റെ മധ്യബിന്ദുവിൽ കൂടി ഈ രണ്ട് സർക്കിളുകളും പാസ് ചെയ്യും എന്ന് തെളിയിക്കണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ്? പിക്ചർ തന്നിട്ടില്ല. അപ്പം നമ്മൾ അതിന് അനുയോജ്യമായിട്ടുള്ളൊരു പിക്ചർ ഇവിടെ വരച്ചിരിക്കുകയാണ്. രണ്ട് സർക്കിളുകൾ വരച്ചിട്ടുണ്ട്. ഈ രണ്ട് സർക്കിളിൻ്റെയും ഡയമീറ്ററുകൾ, ഇപ്പോൾ ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് എ ബി, അതുപോലെ ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് എ സി, അല്ലേ? ഈ രണ്ട് സർക്കിളിൻ്റെയും ഡയമീറ്ററുകൾ ഈക്വൽ സൈഡ് ആയിട്ടുള്ള, അതായത് എ ബിയും എ സിയും ഈക്വൽ ആണ്. അങ്ങനെയുള്ളൊരു ട്രയാങ്കിളാണ് എ ബി സി എന്ന ഈ ട്രയാങ്കിൾ.
ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഇതിൻ്റെ ഈക്വൽ സൈഡ്സ് ആണ് എ ബിയും എ സിയും ഈക്വൽ ആണ്. ഇനി നമുക്ക് തെളിയിക്കേണ്ടത് ഈ തേർഡ് സൈഡായിട്ടുള്ള ബി സിയുടെ മധ്യബിന്ദുവിൽ കൂടി ഈ രണ്ട് സർക്കിളുകളും പാസ് ചെയ്യും എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ എയിൽ നിന്ന് പിയിലേക്ക് ഞാനൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണ്. എയിൽ നിന്ന് പിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. എന്താണ് ഈ ട്രയാങ്കിൾ? ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ കോർണർ ആയിട്ടുള്ള എയിൽ നിന്ന് ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡായ ബി സിയിലേക്ക് എ പി എന്നൊരു പെർപെൻഡിക്കുലർ വരച്ചു അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രിയാണ്. ഈ ആംഗിളും 90 ഡിഗ്രിയാണ്. അപ്പം എന്തെഴുതാം? സിൻസ് ആംഗിൾ ബി പി എ, ഏതാണ് ആംഗിൾ? ബി പി എ, ഈ ആംഗിൾ 90 ഡിഗ്രി. അതുപോലെ ആംഗിൾ ഏതാണ് പറയൂ? എ പി സി, എ പി സി, ഈ ആംഗിൾ ഇതും 90 ഡിഗ്രിയാണ്. അപ്പോൾ എന്ത് കിട്ടി? ആംഗിൾ ബി പി എ ഈക്വൽ ആംഗിൾ എ പി സി ഈക്വൽ 90 ഡിഗ്രി അല്ലേ? ഇനി the circles as diameter with AB and AC will pass through P. ഈ എബിയും എസിയും ഡയമീറ്റേഴ്സ് ആയിട്ടുള്ള ഈ സർക്കിളുകൾ പിയിലൂടെ പാസ് ചെയ്യുന്നു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് രണ്ടും 90 ഡിഗ്രി ആണെന്ന് കിട്ടിയതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ കഴിയും? എ ബിയും എ സിയും പിയിലൂടെ പാസ് ചെയ്യുന്നു പറഞ്ഞൂടെ? കാരണം എന്താണ്? എ ബി ഡയമീറ്റർ ആയിട്ടുള്ള സെമി സർക്കിളിൻ്റെ ഒരു പോയിന്റാണ് പി. എങ്ങനെയാണ്? എ ബി ഇവിടെ നമുക്കിത് 90 ഡിഗ്രി ആംഗിൾ ആണെന്ന് കിട്ടിയിട്ട് 90 ഡിഗ്രി ആംഗിൾ ആണെന്ന് കിട്ടിയതിൽ നിന്ന് തിരിച്ച് നമുക്ക് എന്ത് പറയാം? ഈ എ ബി ഡയമീറ്റർ ആണല്ലോ. ഈ എ ബിയുടെ രണ്ട് എൻ പോയിന്റ്സുകൾ സർക്കിളുമായി യോജിപ്പിക്കുന്ന പോയിന്റാണ് പി. അതായത് അത് 90 ഡിഗ്രി. സെമി സർക്കിളിലെ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ എ സി ഡയമീറ്റർ ആയിട്ടുള്ള ഈ സർക്കിളിൻ്റെ രണ്ട് എൻ പോയിന്റ്സുകൾ എയും സിയും ആ ഡയമീറ്ററിൻ്റെ എൻ പോയിന്റ്സ് ആണല്ലോ. അവ സർക്കിളുമായി യോജിപ്പിക്കുന്ന പോയിന്റ് പി ആണ് അല്ലേ? അതായത് സെമി സർക്കിളിലെ ആംഗിൾ 90. അങ്ങനെ വരുമ്പോൾ ഇത് ബി സിയുടെ സെൻറ്റർ ആയിരിക്കണ്ടേ? ബി സിയുടെ സെൻറ്റർ ആണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. ആ ബി സിയുടെ സെൻറ്ററിലേക്ക് വരച്ച പെർപെൻഡിക്കുലർ ലൈനാണ് എ പി. ഇപ്പോൾ പി എന്നത് രണ്ട് സർക്കിളിൻ്റെയും പോയിന്റ് ആണെന്നും കണ്ടെത്തി. ഈ പോയിന്റിലൂടെ ഈ സർക്കിളുകൾ പാസ് ചെയ്യുന്നുണ്ടല്ലോ. കാരണം ഇതും 90 ഡിഗ്രി എന്നതിൽ നിന്ന് സെമി സർക്കിളിൻ്റെ ആംഗിൾ 90 ഡിഗ്രിയാണ്. അങ്ങനെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ പിയിലൂടെ പാസ് ചെയ്യണ്ടേ? സർക്കിൾ പാസ് ചെയ്യുന്നുണ്ടെങ്കിലല്ലേ ഇവിടെ ഈ ആംഗിൾ വരുന്നത്, 90 ഡിഗ്രി ആംഗിൾ വരുന്നത്. സർക്കിളുമായി യോജിപ്പിച്ച് അതിൻ്റെ ഡയമീറ്ററും സർക്കിളും യോജിപ്പിച്ചുണ്ടാക്കുന്ന ആംഗിളാണ് 90 ഡിഗ്രി. പിന്നെ ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് എയിൽ നിന്ന് പിയിലേക്ക് വരച്ച പെർപെൻഡിക്കുലർ ലൈനിൻ്റെ എൻ പോയിന്റും ആയതുകൊണ്ട് ബി സിയുടെ എന്താണ്? പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി എന്ന് എഴുതാലോ. പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി ആണെങ്കിൽ നമുക്ക് അതിലെ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്
ഈ ബി സി എന്ന ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ് ആയിട്ടുള്ള എ ബിയും എ സിയും ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിളുകൾ, ഈ രണ്ട് സർക്കിളുകളും പിയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. പിയിലൂടെ പാസ് ചെയ്യുന്ന ബി സിയുടെ സെന്ററിലൂടെയാണ് പി പാസ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമുക്ക് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഒന്നും കൂടി നോക്കൂ. ആംഗിൾ ബി പി എ 90 ഡിഗ്രി, സി പി എ 90 ഡിഗ്രി. കാരണം എ നിന്ന് പിയിലേക്ക് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ലൈനാണ് എ പി. എ ബി സി ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഈക്വൽ ആണ്, 90 ഡിഗ്രിയാണ്. ഇതിൽ നിന്ന് നമുക്ക് തിരിച്ച് എന്ത് പറയാം? ബി എയും എ സിയും ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിൾ പാസ് ചെയ്യുന്നൊരു പോയിന്റാണ് പി. അതുകൊണ്ട് തന്നെ ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആയത് കാരണം ഈ ട്രയാങ്കിളിന്റെ തേർഡ് സൈഡ് ആയിട്ടുള്ള ബി സിയുടെ മിഡ് പോയിന്റിലൂടെയാണ് പി എന്ന ബിന്ദു, മിഡ് പോയിന്റിലാണ് പി എന്ന ബിന്ദു. ഈ പിയിലൂടെ രണ്ട് സർക്കിളും പാസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടെങ്കിലല്ലേ ഈ ആംഗിൾ രണ്ടും 90 ആകുന്നുള്ളൂ. അതാണ് നമുക്ക് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ.